പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കൊന്നമൂട് സ്വദേശി നബീൽ നിസാമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നബീലിന്റെ സഹപാഠി അജ്സൽ സജിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ സ്ഥലത്ത് തന്നെയുണ്ട്. പ്രവീൺ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പ്രവീൺ, അരുൺ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായിട്ടുള്ള 2 പേർ ഈ കാണുന്ന പത്തനംതിട്ട കല്ലറക്കടവിലെ അച്ചൻകോവിൽ നദിയിലേക്ക് വീഴുകയായിരുന്നു. അവിടെ നമുക്ക് ദൃശ്യത്തിൽ ഒരു തടയണ കാണാം. ആ തടയണയുടെ ഭാഗത്തേക്ക് ഈ 2 കുട്ടികൾ അവർ 9ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ ദിവസം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ആ 2 പേർ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന തടയണയുടെ ഭാഗത്തേക്ക് ഇറങ്ങി. അവിടെ നമുക്ക് കാണാം വലിയ ഒഴുക്കുള്ള സ്ഥലമാണ്. ഇതിൽ ഒരാൾ ആദ്യം നദിയിലേക്ക് പതിക്കുകയും രക്ഷപ്പെടുത്താൻ വേണ്ടി സഹപാഠി കയ്യിൽ കയറി പിടിക്കുകയുമായിരുന്നു. അങ്ങനെ 2 പേരും നദിയിലേക്ക് വീഴുകയും അവർ ഒഴുകി പോവുകയും ചെയ്തു. ഇവർ 9 പേരടങ്ങിയ സംഘമാണ് അരുൺ ഇവിടേക്ക് പരീക്ഷ കഴിഞ്ഞ് എത്തിയത്. അതിൽ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. കൂടെയുണ്ടായിരുന്നവർ പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ചെന്ന് വിവരം പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ ഓടിയെത്തുകയും പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഫയർഫോഴ്സ് ഇവിടെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ആദ്യ ദിവസം തന്നെ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അജ്സൽ സജിയുടെ മൃതദേഹം കണ്ടെത്തി. പിന്നീട് ഇന്നലെയും തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ വൈകിട്ട് വരെ തിരച്ചിൽ നടത്തി കാണാതായതിനെ തുടർന്ന് തിരച്ചിൽ ഇന്നലെ ഫയർഫോഴ്സ് നിർത്തിവെച്ചിരുന്നു. പിന്നീട് ഇന്നിപ്പോൾ രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൊന്നമൂട് സ്വദേശി നബീൽ നിസാമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥി നബീൽ നിസാമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ നാട്ടുകാർക്കൊക്കെ വലിയ പരാതിയുള്ളത് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. പത്തനംതിട്ട നഗരസഭയുടെ പരിധിയിൽ പെടുന്ന ഒരു ഭാഗം കൂടിയാണത് അച്ചൻകോവിലാറ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മഴ ഇല്ലെങ്കിൽ പോലും, മഴ ശക്തമല്ലെങ്കിൽ പോലും നദിയിൽ ജലനിരപ്പ് കൂടുതലാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ആ ഭാഗത്ത് ഇറങ്ങുന്നത് വളരെ അപകടകരമാണ്. ധാരാളം കുട്ടികളൊക്കെ ഇവിടേക്ക് വരാറുണ്ടെന്ന് പ്രദേശവാസികളൊക്കെ പറയുന്നു. ഒരു മുന്നറിയിപ്പ് ബോർഡ് ഏതായാലും അടിയന്തരമായി ഇവിടെ സ്ഥാപിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടിയുണ്ട്. ഏതായാലും ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആ 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെടുത്തിരിക്കുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു പ്രവീൺ. വല്ലാത്ത സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയായി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ അവധി ദിവസങ്ങൾ വരാൻ പോകുന്നു. കുട്ടികൾ ഈ വെള്ളക്കെട്ടിലും അതേപോലെ ഒഴുക്കുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോകുമ്പോൾ പലപ്പോഴും പല കുട്ടികൾക്ക് നീന്തൽ അറിയില്ല. പെട്ടുപോയാൽ പെട്ടുപോകും എന്നുള്ളതാണ്. 9ാം ക്ലാസ്സിൽ പെട്ട 2 കുഞ്ഞുങ്ങളാണ്. ഒന്ന് ആലോചിക്കുക, അവരുടെ വീട്ടിലെ സങ്കടം എത്രയായിരിക്കുന്നത്. ആ കുട്ടികൾക്ക് ഉണ്ടായ അപകടം വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ. നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട്, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എന്തായാലും സ്വിമ്മിങ് പഠിപ്പിച്ചിരിക്കണം. വളരെ കൃത്യമായിട്ട് അവർ ഹൈസ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അത്യാവശ്യം ഒന്ന് ഒഴുക്കിൽ പെട്ടുപോയാലോ ഒന്ന് വെള്ളത്തിൽ വീണുപോയാലോ ഒന്ന് പിടിച്ചു കയറാൻ കഴിയുന്ന വിധമെങ്കിലും അവർക്ക് നീന്തൽ ഒന്ന് പഠിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.